എൻ്റെ പൊന്നോ, ഇങ്ങനെയൊക്കെ മീൻ പൊരിച്ച് എങ്ങനെ കഴിക്കാതിരിക്കും? ഇതാണ് എല്ലാരും തേടിക്കൊണ്ടോ സ്പെഷ്യൽ മീൻ വറുത്തതിന്റെ കണ്ടോ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഊണ് കിട്ടുന്ന സ്ഥലത്താണ് കേട്ടോ. ഒരു അമ്മയുടെ വീട്ടിലേക്ക്. നിങ്ങൾക്കൊക്കെ ഇത് കണ്ടും കേട്ടൊക്കെ നല്ല പരിചയം ഉണ്ടാവും. ഇത് ഇവിടുത്തെ അടിപൊളി എന്ന് പറയുന്നത് ഇവിടുത്തെ മീൻ വറുത്തതാണ് കേട്ടോ. അത് കഴിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പം അമ്മ അകത്ത് പാചകവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇതൊരു വീടാണ് കേട്ടോ. അപ്പൊ നമ്മൾ നേരെ വീടിന്റെ ഉള്ളിലോട്ട് പോയിട്ട് കിച്ചണിലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അല്ലേ. വാ. അമ്മേ, അപ്പൊ തിരക്കാണോ അമ്മ രാവിലെ? അതെ, രാവിലെ തന്നെ തിരക്കാണ്ടൊക്കെ ഉച്ചയാകുമ്പോഴേക്കും ആകണ്ടേ. അമ്മയുടെ മീനാണ് ഫേമസ് ആയിരിക്കുന്നത്. മീന് വറുത്തുണ്ടിട്ട് പോയാൽ മതി. ആയിക്കോട്ടെ. ഇതെന്താ? ഇതാണ് ഇഞ്ചിപ്പുളി. ഇഞ്ചിപ്പുളി അല്ലേ. അമ്മയ്ക്ക് ഞങ്ങളിവിടെ വന്നപ്പോ തീരെ ഒരു ചെറിയ അല്ലേ ഒരു ദേഹത്തിനൊരു ഒരു വയ്യായ്മ ഉണ്ട് അല്ലേ. പിന്നെ വയസ്സായില്ലേ, പണിയെടുക്കല്ലേ, എല്ലാപ്പോഴും പണിയല്ലേ അവന്. ഇപ്പൊ രാവിലെ എന്തൊക്കെയാ അമ്മ? പിന്നെ രസം അല്ലേ. എന്ത് രസം. രസം, സാമ്പാറ്. സാമ്പാറ് ഇനിയിപ്പോ മീൻകറി വെക്കാം. ഇതാണ് സാമ്പാറ്. ഇപ്പൊ തന്നെ എന്റെ മണം കേട്ടിട്ട് ഇഷ്ടപ്പെട്ടത് രസമാണോ തോന്നുന്നു കേട്ടോ. ഇതെല്ലാം അമ്മയുടെ അതല്ലേ. അതെ, ഞാൻ ഒരു കയ്യിലെടുക്കട്ടെ, ഇത് ഇളക്കി കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല സാമ്പാർ ഇവിടെ റെഡി ആയിട്ടിരിക്കും. ഇത്ര രാവിലെ തന്നെ അല്ലേ സാമ്പാർ? 12 മണിയാകുമ്പോഴേക്കൊക്കെ ആകണ്ടേ മനെ. അത് സാമ്പാർ റെഡിയായി. നമുക്കിത് രസം റെഡിയായി. അത് അടുപ്പിൽ ഇഞ്ചിപ്പുളി. ഇതാണ് രസം. അടിപൊളി രസമാണല്ലോ. ഇതൊക്കെ കൂട്ടി കഴിച്ചിട്ട് വേണം പോകാൻ. വയറ് നിറച്ച് കഴിച്ചിട്ട് പോവാ, പേടിക്കേ വേണ്ട. നല്ല രസാട്ടാ. രസം പലരും ഉണ്ടാക്കുന്ന പല രീതിയിലല്ലേ അല്ലേ. ഇനി ഇവിടത്തെ രസം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിട്ട് പോവാം അല്ലേ. ഇപ്പൊ അമ്മ എന്താ അടുപ്പത്ത്? അടുപ്പത്ത് ഇഞ്ചിപ്പുളി. ഈ ഇഞ്ചിപ്പുളി ഇത് നല്ലോണം വെള്ളം വറ്റണ്ടേ? വെള്ളം വറ്റണം. അതന്നെയാണ് കത്തിക്കുന്നത്. നല്ലോണം വറ്റി കുറുകിയ വാങ്ങി വയ്ക്കാം. അതില് പിന്നെ പുളി താളിച്ചൊഴിച്ചു. പുളി താളിച്ചൊഴിച്ചു. പിന്നെ വെല്ലം ഇട്ടു. ഇത് അമ്മ എല്ലാം അടുപ്പിലെല്ലാം ഉണ്ടാക്കുന്നത്? എല്ലാം അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഗ്യാസിലുണ്ടാക്കാൻ പറ്റില്ല, ഇത് വേഗം ആവൂല്ലല്ലോ. നിറച്ചൊക്കെ ഉണ്ടാക്കുമ്പോ. ഇതൊക്കെ രാവിലെ എണീറ്റ് അമ്മ ഉണ്ടാക്കും? എത്ര മണിക്ക് എണീക്കൂ? ഞാൻ 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എണീക്കൂ അല്ലേ. പിന്നെ ഈ കുട്ടി ഇപ്പൊ വരുമ്പോഴേക്കൊക്കെ എല്ലാവരും കഷ്ണമൊക്കെ മുറിച്ച് അടുപ്പത്താക്കില്ല. ഞങ്ങൾ കേട്ട അമ്മ ഇത്രയും വർഷമായിട്ട് 50 രൂപയ്ക്കാ ഊണ് കൊടുക്കുന്നത്. അതെ, 50 രൂപയ്ക്കാ കൊടുക്കുന്നത്. ഇനി എന്തായാലും ഞാൻ മരിക്കുന്ന വരെ 50 രൂപയ്ക്കാണ്. അമ്മ ഒരുപാട് നാള് ജീവിച്ചിരിക്കട്ടെ. ഈ കൈപ്പുണ്യം എല്ലാവർക്കും എത്തണ്ടേ. പിന്നെ ഇപ്പഴും 54 കൊല്ലമായി മനെ ഇത് തുടങ്ങിയിട്ട്. ഇനി ഒരുപാട് നാളമ്മ ഇരിക്കട്ടെ. ഈ കൈപ്പുണ്യം ഈ ലോകം മൊത്തം അറിയട്ടെ അല്ലേ. ഇന്നലെ ബോംബെന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനേ. അപ്പൊ അവര് പറഞ്ഞു നന്നായിട്ടുണ്ട്, നല്ല ഭക്ഷണമാണ്. ഇനിയിപ്പോ ഇങ്ങോട്ട് ഇറക്കിയ മീൻ കറി. പാചകം എന്ന് പറയുന്ന ഒരു കലയാണല്ലോ, അത് എല്ലാവർക്കും കിട്ടുമോ? ഇല്ല. അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ അമ്മക്ക് കിട്ടിയിട്ടുണ്ട് നന്നായിട്ടല്ലേ. ഞങ്ങളുടെ ചെറുപ്പം മുതൽക്കേ ഞങ്ങൾ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി ശീലിച്ചതാ. എന്താ പറയാ, എന്റെ അച്ഛന്റെ ചായക്കടയായിരുന്നു. അപ്പൊ നിറയെ ആൾക്കാർ ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടാവും. ഞാനിപ്പോ ഇഡ്ഡലിയും ചായയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. എനിക്ക് തലയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കാരണമാണ് നിർത്തിയത്. എല്ലാം കൂടി ചെയ്യാൻ വയ്യാതെ. അതുവരെ ഇഡ്ഡലിയും ചായയൊക്കെ ഇപ്പൊ ഊണ് മാത്രമേ ഉള്ളൂ അല്ലേ. ആ പാഴ്സൽ ഇവിടെ ബോർഡൊന്നും വെച്ചിട്ടില്ല. ബോർഡ് വെക്കില്ല. എന്തിനാ ബോർഡ് വെക്കുന്നത്? ഇനിയിപ്പോ ഈ അമ്മേനെ കണ്ടാൽ ആർക്കും ഇനിയിപ്പോ അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. അമ്മ എവിടെ പോയാലും അമ്മേനെ തിരിച്ചറിയും അല്ലേ. ഇനിയിപ്പോ ബോർഡിന്റെ ഒന്നും ഒരു കാര്യം. പിന്നെ ഇനി എന്തിനാ ബോർഡ് വെക്കുന്നത്? അപ്പൊ ഇവിടെ പിന്നെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ? എനിക്ക് മക്കളാരുമില്ല. ഒരു മകൻ ഉണ്ടായിരുന്നു, അത് മരിച്ചിട്ട് 30 വർഷമായി. പിന്നെ മകന്റെ ഒരു മകനും ഉണ്ട്, ഒരു മകളും ഉണ്ട്. അവരിനെ കെട്ടിച്ചു കൊടുത്തു. മകളിനെ കെട്ടിച്ചു കൊടുത്തു. 2 പിള്ളേരായി. മകനുണ്ട്, മകനും പെണ്ണ് കെട്ടി ഒരു കുട്ടിയായി. അപ്പൊ അവരും ഞാനും കൂടി എടുക്കുന്നത്. പിന്നെ എനിക്ക് അടുത്തുള്ളവരൊക്കെ എല്ലാവരും സഹായിക്കും. ആര് കണ്ടാലും സഹായിക്കും. അതെ. ഇപ്പൊ അമ്മ ഇവിടെ ഞങ്ങൾ അമ്മയുടെ മീൻ സ്പെഷ്യലാണ് ഇവിടെ അറിഞ്ഞിരിക്കുന്നത്. മീൻ തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ മീനൊക്കെ തപ്പാവും. എന്നിട്ട് ഉണ്ടിട്ട് പോയാൽ മതി. ഉണ്ടിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. അതിന്റെ രാവിലെ. ഇനി വേറെ എന്തൊക്കെയാ അമ്മ വെക്കുന്നത്? ഇനി മീൻകറി വെക്കണം. ഇപ്പൊ രസം, സാമ്പാർ രസമായി, ഇഞ്ചിപ്പുളിയായി. അപ്പൊ ഈ പാക്ക് എല്ലാം കൊടുക്കുമ്പോ വിളമ്പി കൊടുക്കും എല്ലാം ചെയ്യുന്ന അമ്മ? അല്ല, ഞാൻ ദബ്ബരൊക്കെ ചെയ്യേ. അമ്മ മീൻകറി വെക്കാൻ പോവാ. മീൻകറി വെക്കാൻ പോവാ. അടുപ്പായതുകൊണ്ട് വേഗം ചൂടാവും അല്ലേ. ഗ്യാസിനേക്കാൾ എളുപ്പമാവും. അടുപ്പല്ലേ.
വെള്ളമുണ്ട് വെള്ളമുണ്ട് വെള്ളം. തക്കാളിയോടെ ഉണ്ട്. മല്ലിപ്പൊടി ഒക്കെ ഇട്ട് വഴറ്റും. എന്നിട്ട് അതിലേക്ക് പുളി ഒഴിക്കും. എന്ത് പുളി ഉപയോഗിക്കുന്നത്? നമ്മൾ വാളംപുളി. ഇവിടെയൊക്കെ വാളംപുളിയാ ഉപയോഗിക്കുക. മൊത്തം അമ്മയുടെ റെസിപ്പിയാണ്. പിന്നെ സഹായിക്കാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ ഓടി വരും അല്ലേ? അതെ. ഇപ്പൊ ഇവിടെ ഉച്ചക്ക് ഇപ്പൊ ആരാണ്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഓർഡർ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ അല്ലേ? ഇവിടെ പണിക്കാരൊക്കെ ഓർഡർ പറഞ്ഞു. ഇവിടെ വന്ന് കഴിക്കുന്നവര് കുറെ പേരുണ്ടോ? ഓ, കഴിക്കാനുണ്ട്. പണിക്കാരൊക്കെ പൊതി കെട്ടി കൊണ്ടുപോകും. എന്താ അറിയോ, അവർക്ക് സൗകര്യത്തിന് കഴിക്കാലോ കൊണ്ടുപോയാലും. ഒക്കെ വേറെ വേറെ അച്ചാറും പിന്നെ ഇഞ്ചിപ്പുളിയും തോരനും മാത്രം. അച്ചാറ് നേരത്തെ ഇടുവല്ലോ അമ്മ? ഇല്ല, ഇപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തച്ചാറായിരുന്നു? ഇന്ന് നാരങ്ങ. ഓ അടിപൊളി, എനിക്ക് ഇഷ്ടമുള്ള അച്ചാറാണ് നാരങ്ങ അച്ചാറില്ല. ഇന്ന് അത് കൂട്ടിയിട്ട് വേണം ഓ, പോവാൻ. ഒരു കയ്യിലും കൂടി മതി. 2 നാരങ്ങയുണ്ട്. അത് മാത്രമേ ഉള്ളൂ? അത് മാത്രമേ ഉള്ളൂ. ഞാനും അടുക്കളയിൽ കയറി കേട്ടോ. നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. എന്താ എന്തച്ചാറ്? ഇത് നാരങ്ങ അച്ചാറ്. നാരങ്ങ വടുകപ്പുളി. അതിന്റെ ടേസ്റ്റ് കുറച്ച് നോക്കട്ടെ. ഓ, താളിച്ചിട്ടൊന്നുമില്ല. നമുക്ക് മാങ്ങച്ചാറ് നാരങ്ങച്ചാറ് എന്നൊക്കെ പറയുമ്പോ ഇതാ മാങ്ങ. കണ്ടോ, അടിപൊളി അച്ചാറ്. പൊടികളെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വരണ്ടു വരണല്ലേ അമ്മ? ഇങ്ങോട്ട് കാട്ടി ഒന്നും കൂടി പൊടിഞ്ഞു ഒഴിക്കാം. എന്നിട്ട് നല്ല വെന്തതിന് ശേഷം ഒരു മീൻ ഒരു 2 എണ്ണം ഇടുള്ളൂ. ഒരു മണത്തിന് വരും. വറുത്ത മീനുണ്ടല്ലോ. അപ്പോൾ ഇത് ഇപ്പോൾ ഉപ്പും മുളകും പുളിയൊക്കെ ആയില്ലേ. ഇനി നല്ലോണം വെന്തതിന് ശേഷം 2 മീൻ അതിലിടും. എന്നിട്ട് തേങ്ങ ഒഴിച്ചാൽ ചോറ് നമ്മൾ ഇവിടെ വെക്കും. ബാക്കിയൊക്കെ എന്താ പറയുക, വലിയ കലമല്ലേ, അപ്പോൾ ഊറ്റാനൊക്കെ നമുക്ക് എളുപ്പത്തിന് വേണ്ടി. മീൻ കറിയിലോട്ട് നല്ല അരച്ച തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കഴിഞ്ഞാൽ മീൻ കറി റെഡിയായി. ഇനി തിളച്ച ഇറക്കി വെക്കാം. ഇനി തിളച്ചാൽ മതിയല്ലോ. ഇനി തിളച്ചാൽ മതി. അപ്പോൾ മീനൊക്കെ ആയില്ലേ. കറിയിലുള്ള മീൻ. കറി ഇങ്ങനെ തിളക്കുമ്പോൾ ഉണ്ടല്ലോ എന്ത് കൂട്ടാ ചേർക്കുന്നതെന്ന് അറിയില്ല, പക്ഷെ അവിടെ നിൽക്കാൻ പറ്റാത്ത മണമാണ് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കാത്തിരുന്ന സ്പെഷ്യൽ മീൻ വറുത്തതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് അവരുടെ യൂട്യൂബ് ചാനലുണ്ട്. നല്ല വെളുത്തുള്ളി, ഇഞ്ചിയും കുരുമുളകും എല്ലാം പച്ചമുളകും എല്ലാം കൂടി അരച്ച് ചേർത്ത് അതിനകത്തേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് നല്ല വൃത്തിക്ക് കുഴച്ച് ഇതേപോലെ കുഴച്ചങ്ങ് വെക്കും. അധിക സമയമൊന്നും വെക്കില്ല കേട്ടോ, സമയമില്ലല്ലോ. അപ്പോൾ കുറച്ച് സമയം വെച്ചിട്ട് പിന്നെ നല്ല മീൻ വറുത്ത് കഴിക്കണം. ഉപ്പേരി വെച്ചിട്ട് മീനായിട്ട് വറുക്കാം. ഇതാണ് എല്ലാവരും തേടിക്കൊണ്ട് വന്ന സ്പെഷ്യൽ മീൻ വറുത്തതിൻ്റെ റെസിപ്പി. എല്ലാം ആയിക്കഴിഞ്ഞു. ഇനി അമ്മ കടുക് വറുക്കും കേട്ടോ. ഒറ്റ ട്രിപ്പിൽ എല്ലാത്തിനും കടുക് പൊട്ടിച്ചിടുകയാണ്.
അപ്പം ഇതായിരുന്നു നമ്മ കുട്ടി പേരക്കുട്ടി എന്താ പേര്? എൻ്റെ പേര് അനീഷ്. ഇപ്പൊ എന്ത് ചെയ്യാ? ഇപ്പോൾ ഞാൻ അവിടെ ഒരു സൊസൈറ്റിയിൽ കളക്ഷൻ തരുവാണ്. അപ്പം അതും ഇടയിൽ ഇതും രണ്ടും കൂടി അങ്ങനെയുണ്ട് പോകും. അമ്മമ്മയ്ക്ക് ഒരു സഹായമല്ലേ. അതെ. ഇതിപ്പോ ഇനി പാരമ്പര്യമായിട്ട് കൊണ്ടുപോകില്ല ഇത് അങ്ങോട്ട്? ഞങ്ങൾ രണ്ടാളിന്റെ ഭക്ഷണം പാക്കിൽ ഇന്നിപ്പോ എനിക്ക് കുറച്ച് ലേശം. അമ്മയുടെ റെസിപ്പി ഒക്കെ പഠിച്ചോ? ഓ എല്ലാം പഠിച്ചു. ഇത് ഇവിടെ കാവുപ്പേര് അല്ലേ? ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി അപ്പൊ ഉച്ച വരെയൊക്കെ ഇവിടെ തന്നെ കാണോ? ഒരു 2 മണിക്ക് 2:30 3 മണിക്ക് പോകും അല്ലേ? ഇത് അമ്മേനെ സഹായിക്കാൻ വേണ്ടി കൊച്ചുമക്കളും അപ്പുറത്തോരും ഇപ്പുറത്തോരും ഒക്കെ കൂടിയില്ലേ? എല്ലാവരും സഹായിക്കും. അതല്ലേ. എനിക്കറിയില്ല. അപ്പം ഇനി അങ്ങോട്ട് കട വലുതായിട്ട് കൊണ്ടുപോകണം നിങ്ങളെല്ലാരും കൂടിയിട്ട്. ഓ ശരി. അല്ലേ മേ? ഞാൻ ചെറിയൊരു കടയിൽ തുടങ്ങിയത് അത്ര വരെ എത്തിച്ചില്ല. അതെ, ഇനി അങ്ങ് മുന്നോട്ട് മക്കള് കൊണ്ടുപോയിക്കോണം അല്ലേ? പിന്നെ രണ്ടാളിനെ പഠിക്കാൻ എത്ര പൈസ വേണം? അപ്പൊ എല്ലാവർക്കും കുട്ടികളെ പഠിക്കാൻ ആഗ്രഹം. അമ്മയുടെ മീനിന്റെ റെസിപ്പി ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ മോനെ? എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി മുന്നോട്ട് കട കൊണ്ടുപോയാ മതി അല്ലേ? അപ്പൊ ഇനി പിന്നെ ഇവിടെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ വരുന്നവരൊക്കെ പറയും അച്ഛമ്മന്റെ കണ്ട് പഠിക്കണോട്ടോ, അച്ഛമ്മനെ കണ്ട് അതെ, അപ്പൊ കണ്ടു പഠിക്കുന്നുണ്ടോ? എന്താ പേര്? അനീഷ്. അനീഷ്. അപ്പൊ അച്ഛമ്മയും മക്കളും എല്ലാം കൂടി ഇനി കട മുന്നോട്ട് കൊണ്ടുപോട്ടെ. നമുക്ക് സ്പെഷ്യലി മീൻ വറുത്താണല്ലോ നമുക്ക് ഇനി കാണേണ്ടത്. ഇത് ഈ അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ആദ്യം തന്നെ കാക്കയ്ക്ക് കൊടുക്കും കേട്ടോ കുറച്ച് ചോറ്, എന്നിട്ടേ ബാക്കി എല്ലാവർക്കും കൊടുക്കുള്ളൂ. അപ്പൊ കാക്ക വരുമോ? കഴിക്കാൻ നമുക്ക് കാക്കയ്ക്ക് കൊടുത്തിട്ട് വരാം. എവിടെ ഉണ്ട്? അതൊക്കെ ഇതിന് മോളിക്ക് ഇടും ഞാനേ. അപ്പൊ വന്ന് കഴിച്ചോളൂ. ഓ കയ്യേഴ് മുട്ടരുതേ. ഇല്ല ഇല്ല ഇല്ല. സമയം ഒരു 12 മണി ആകുന്നതിന് മുമ്പ് തന്നെ പൊതികളെല്ലാം കെട്ടി തുടങ്ങി കേട്ടോ. അപ്പം തന്നെ ഓർഡറുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പൊതികെട്ടലിൻ്റെ ഒരു ബഹളമായിരുന്നു അവിടെ. അവസാനമാണ് കേട്ടോ നമ്മുടെ മീൻ വറുക്കാൻ വെച്ചത്. എല്ലാം വെക്കട്ടെ. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മീൻ ആയിക്കൊണ്ടിരിക്കുന്നു. അതെ, ഇതിനകത്ത് എന്തൊക്കെയാ അമ്മ ശരിക്കും ചേർത്തേക്കുന്നത്? ഇതില് പിന്നെ വെളുത്തുള്ളി, ജീരകം, പിന്നെ കുരുമുളക് എല്ലാം കൂടി നന്നായി അരച്ച് വെച്ചിട്ട് അതാണ് അമ്മയുടെ സ്പെഷ്യൽ. ഇതിന്റെ റെസിപ്പി ഒക്കെ അമ്മയ്ക്ക് ഒരു വ്ളോഗ് ഉണ്ട് കേട്ടോ. എന്തായിരുന്നു അമ്മ? പാർവതി അമ്മ വ്ളോഗ്. അതെ, പാർവതി അമ്മ വ്ളോഗ്സ്. അപ്പൊ എല്ലാരും അത് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ അമ്മയുടെ ഓരോന്നിന്റെ റെസിപ്പി നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റൂല്ലേ അമ്മ? ഈ മീൻ വറുത്തതിന്റെ ഒക്കെ റെസിപ്പി അതിനകത്തുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ മീൻ വറുത്തത്. ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം എല്ലാം അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അത് കാരണം തന്നെ നല്ല നല്ല അടിപൊളി രുചിയായിരിക്കും അല്ലേ അമ്മ? അതെ, അടുപ്പിൽ വെച്ചാൽ കുറച്ച് പ്രത്യേകിച്ച് ഉണ്ടാവും. ഈ ഇത്രയും വലിയ ചട്ടി ഇത് അമ്മ എവിടെ നിന്ന് വാങ്ങിച്ചു? ഞാനിത് കോയമ്പത്തൂരിന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടില്ല. പറഞ്ഞുണ്ടാക്കിപ്പിച്ച. അത് സാധാരണ നമ്മൾ ചട്ടി മേടിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കേടായി പോവായിരിക്കും അല്ലേ? അതൊക്കെ കുറച്ച് ദിവസം പറ്റുള്ളൂ. ഇത് കുറെ കാലമായില്ല. ഇരുമ്പ് കൊണ്ട് അങ്ങനെ കനത്തിൽ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഉണ്ടാക്കി തരും. ഉണ്ടാക്കിച്ച ചട്ടിയാണ് അല്ലേ? അതാണ് ഇത്ര എത്ര വർഷമായി? ഇത് 32 വർഷമായി. 32 വർഷമായി ചട്ടി കട്ടിയിരിക്കുന്നത്. ഇത് അമ്മ മീൻ വറുത്തിട്ട് മീൻ വറുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കല്ലേ? മീൻ വറുക്കാൻ മാത്രം. ഇങ്ങനെയൊക്കെ മീൻ പൊരിച്ചാല് എങ്ങനെ ടേസ്റ്റ് ഇല്ലാന്ന് പറയൂലേ ഇവിടെ വന്ന് കഴിച്ചാല്? അതാണ് ആൾക്കാരങ്ങ് ദുബായിൽ വരെ ഇവിടെ വന്ന് കഴിക്കുന്നത് ഇങ്ങനത്തെ മീൻ പൊരിച്ചല്ലേ അമ്മ? അതായത് ഇത് മണമൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് കഴിക്കണം എന്ന് തോന്നും. നമ്മുടെ വീട്ടിലൊക്കെ പോയാൽ ചില അമ്മമാരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മീനിന്റെ ചില നല്ല മണമൊക്കെ വരും. അതേപോലെയൊക്കെയാണ് ഇവിടെ അടിപൊളിയായിട്ട്. ഇവിടെ ഇങ്ങനെ അടുപ്പിന്റെ അടുത്ത് നിൽക്കുന്ന അത്ര ഒരു ചില്ലറക്കാരി അല്ല കേട്ടോ. നല്ല ചൂടുണ്ട്. അതാണ് അമ്മ ഇങ്ങനെ രാവിലെ 5 മണി മുതൽ 12 എത്ര മണി വരെ? 2:30 മണി വരെ ഇങ്ങനെ നിന്ന് ഈ ഫുഡ്. അപ്പൊ അമ്മയുടെ ഏജ് കൂടി നിങ്ങൾ കണക്കിലെടുക്കണം കേട്ടോ. അമ്മക്ക് എത്ര വയസ്സായെന്ന് പറഞ്ഞത്? 80 വയസ്സായി. അപ്പൊ മീൻ വറുത്തത് റെഡിയായി. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. അടുത്ത മീൻ പൊരിക്കാൻ വേണ്ടി ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അമ്മേനെ കൊണ്ട് ഞങ്ങൾ പോകട്ടെ കഴിക്കാൻ. അമ്മ ശരി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ വീട്ടിലെ പോലെ തന്നെ നമുക്ക് വിളമ്പി എടുത്ത് കഴിക്കാം കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമുക്ക് ഇതിനകത്ത് ഒഴിക്കാൻ
അമ്മക്ക് എന്തെങ്കിലും സാമ്പാർ എനിക്ക് ഒരു തുള്ളി രസം മാത്രം മതി. രസം മതി അല്ലേ? എനിക്ക് രസം മതി. രസം ഇവിടെ ഇതപ്പോൾ കൊണ്ടുവരും. സാമ്പാർ ഒരു ഇത്തിരി ഒഴിക്കട്ടെ കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രസമാണ് ഇത്. നമ്മൾ ഉണ്ടാക്കിയ മീൻകറി. മീൻകറി എല്ലാത്തിനും ടേസ്റ്റ് നോക്കണമല്ലോ അല്ലേ അമ്മ? മീൻകറി രസവും കൂടി വന്നോട്ടെ. എന്നിട്ട് വേണം. ഇത് അമ്മ ഉപ്പിലിട്ട മാങ്ങ. ഇത് എനിക്ക് സ്പെഷ്യലാന്ന് തോന്നുന്നില്ല അമ്മ, വേറെ ആർക്കും കൊടുത്തിട്ടില്ല അമ്മ. അമ്മ ഒഴിക്കട്ടെ രസം? ഓ ഇത് ഒഴിച്ചാൽ മതി. ആ മതി. അമ്മ ഷോയ്ക്ക് ഞങ്ങളോട് ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന കേട്ടോ. അല്ല അമ്മക്ക് വിശന്നിട്ടൊന്നും. അതെ, ഞാൻ രസം ഒഴിക്കട്ടെ. രസം ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാം. പൊടി രസം. പപ്പടമൊക്കെ അതെ, അപ്പടൊക്കെ പൊടിച്ച് മീന് കൊടുക്ക്. ഒരെണ്ണം അല്ല ഒരെണ്ണം മതിയോ? ഞാൻ ഒരെണ്ണം നല്ല മീൻ വറുത്തത്. മീൻ വറുത്തൊക്കെ കൂട്ടി കഴിക്കട്ടെ. സൂപ്പർ മീൻ വറുത്തതും രസവും പപ്പടവും. അത് പറയാനില്ല, അത് സൂപ്പറാ. അപ്പൊ ഒന്നും പറയണ്ടല്ലോ അല്ലേ? ഒന്നും പറയാനില്ല കേട്ടാ. അടിപൊളി. നല്ല അച്ചാറും. ഇഞ്ചിപ്പുളി നോക്കട്ടെ. അടിപൊളി ഇഞ്ചിപ്പുളി. ഞാൻ കഴിക്കുന്ന സമയത്ത് എല്ലാവർക്കും നല്ല തോരനും സൂപ്പർ ഭക്ഷണമാണ് കേട്ടോ. ഇനി എനിക്ക് ഇതിനെപ്പറ്റി വേറെ ഒന്നും പറയാനില്ല. ഞാൻ കഴിക്കട്ടെ കേട്ടോ. കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാം. കാരണം എനിക്ക് ഇനി വെയിറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. ഫുഡ് കഴിക്കട്ടെ. ഈ മീൻ പൊരിച്ചതും വെച്ച് കഴിച്ച സൈക്കില്ല, അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. പിന്നെ അമ്മ ഞങ്ങൾക്ക് ചായയൊക്കെ തന്ന് പിന്നെ കുറേ സംസാരിച്ചു കേട്ടോ. അന്നൊക്കെ ആദ്യം ഇങ്ങനെ ഒരു ഐഡിയ എങ്ങനെ കിട്ടിയത്? നമുക്കൊരു ഹോട്ടൽ തുടങ്ങാം. ഹോട്ടൽ തുടങ്ങാൻ ഞങ്ങൾക്ക് ആദ്യം ഹോട്ടലായിരുന്നു എൻ്റെ അച്ഛനായിട്ട്. അപ്പോൾ എൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയിട്ട് അത് അന്ന് വാടകയ്ക്കായിരുന്നു റോട്ടിൽ. അപ്പോൾ റോട്ടിൽ വാടകയ്ക്ക് ഇരിക്കുമ്പോൾ അവർ കട ഒഴിയണം പറഞ്ഞു. ഇവിടെ കട ഒഴിഞ്ഞപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ എന്ത് കട്ടി, ഇവിടെ അന്നൊക്കെ ഒഴിഞ്ഞ സ്ഥലമാണ് പറമ്പ്. അപ്പോൾ അതിൽ നേരം വെളുക്കുമ്പോഴേക്കും ഒരു ഷെഡ് വെച്ച് നേരം വെളുക്കുമ്പോൾ ചായ കച്ചവടം തുടങ്ങി. 1969 അപ്പോൾ അതിന്ന് പിന്നെ കുറേശ്ശെ അങ്ങനെ കൂട്ടിയിട്ട് ഇത്രത്തോളമായി. അങ്ങനെയാണ് എൻ്റെ കച്ചവടം തുടക്കം. അങ്ങനെ പിന്നെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു. അമ്മ എൻ്റെ അടുത്ത് വന്നിട്ടാണ് മരിച്ചു. അച്ഛൻ അവിടെ കട ഒഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തറവാട് അല്ല, എൻ്റെ വീടാണ് ഇവിടെ. അയാൾ കള്ളുകുടിയനാണ് പറഞ്ഞിട്ട് എനിക്ക് ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അയാൾ അവർ വീട്ടിൽ നല്ല വരുമാനമൊക്കെ ഉള്ള വീടാണ്. അപ്പോൾ അയാൾ കള്ളുകുടിയനാണ്, എനിക്ക് കള്ളുകുടിയന്മാരുടെ കൂടെ ഇരിക്കാൻ വയ്യ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇവിടെ തന്നെ ഇരുന്നതാണ്. ഇവിടെ തന്നെ ഇരുന്നു. എൻ്റെ മകനെയും ഉണ്ടോ? ഇല്ല, പുള്ളി മരിച്ചു. പിന്നെ മകൻ ഉള്ളപ്പോൾ ഒക്കെ എപ്പോഴും വരികയും ചെയ്യും, പോവുകയൊക്കെ ചെയ്യും. മകന് എന്ത് വേണമെങ്കിലും കൊടുക്കും. വേണ്ടാന്ന് വെച്ചാലും മകനെ പഠിപ്പിക്കാനൊക്കെ പൈസയൊക്കെ പുള്ളി കൊടുത്തു. മകനെ നേരെയാക്കി. പിന്നെ മകൻ മരിച്ചപ്പോൾ മൂപ്പര് വന്നു, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ആയി. പിന്നെ ഇപ്പോൾ ഒന്നും ഞാൻ പോവും വരികയും ചെയ്യില്ല. അപ്പോൾ മരിച്ചു. അപ്പം അങ്ങനെ എൻ്റെ ജീവിതവും വേണ്ടേ, എനിക്കും വേണ്ട ജീവിക്കുക. അങ്ങനെ ആയിട്ട് ഇരുന്ന് അങ്ങനെ അതിന്ന് ചെറിയൊരു ആദ്യം ഒരു ഷെഡ് വെച്ചു. പിന്നെ അതിന് കുറേശ്ശെ അങ്ങനെ വീടൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ കച്ചവടമൊക്കെ ആയി. ഞാൻ എൻ്റെ പേരക്കുട്ടികൾക്ക് കല്യാണം, ഇവൻ ഡിഗ്രിക്ക് വരെ പഠിച്ചു, അവൾ +1 വരെ പഠിച്ചു. അപ്പോഴേക്ക് നല്ല തൃശ്ശൂരിൽ നിന്നൊരു കല്യാണം വന്നു. അപ്പോൾ അവളുടെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇവന് പഠിക്കലൊക്കെ കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് വരുമ്പോൾ ഡ്രൈവിങ് പഠിച്ചു. അതിൻ്റെ ലൈസൻസ് എടുത്തു. പിന്നെ അങ്ങനെ ഈ കാറ്ററിംഗ് ഉണ്ടല്ലോ, അതിന് പോകും. ആരും നമ്മളെ ഇറക്കി വിടില്ല. നമ്മുടേതായിട്ടുള്ള ഒരു ചാളയുണ്ട്, ഒരു തൊഴിലും ഉണ്ട്. എന്തായാലും ഇപ്പോൾ പിന്നെ കൂട്ടി ആ തൊഴിൽ ചെയ്താൽ നമുക്ക് കഞ്ഞി കുടിക്കാമല്ലോ. നമുക്ക് സ്വത്തും മോലൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അമ്മയായിട്ട് ഈ കട അത്രയും പ്രസിദ്ധിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ കടയ്ക്ക് ഇനി അവരായിട്ട് ഒരു ഇതും വരുത്താണ്ടിരുന്നാൽ ഇപ്പോൾ അത്യാവശ്യത്തിന് എല്ലാവരും വന്നാലും പറയും, അച്ഛമ്മനെ കണ്ട് പഠിക്കണം കേട്ടോ, അച്ഛമ്മളെ കണ്ട് പഠിക്കണം കേട്ടോ പറഞ്ഞു കൊടുക്കും മകനോട്. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു കേട്ടോ അമ്മേ. അതെ, അടിപൊളി ഫുഡൊക്കെ കഴിച്ച് എവിടെയെങ്കിലൊക്കെ ദൂരെന്ന് വരുമ്പോ നല്ലത് കൊടുക്കണ്ടേ? അപ്പോഴല്ലേ നല്ലത്. ഇനിയും വരണ്ടേ? നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ഇതുപോലെ പറഞ്ഞു കേട്ട് വന്നാണ് കേട്ടോ. പക്ഷെ ഈ അമ്മയുടെ സ്നേഹം കണ്ടപ്പോ അടിപൊളി സ്നേഹമുള്ള ഒരു അമ്മയാണ് കേട്ടോ ഇവിടെ. ഈ അമ്മ എന്ത് സാധനം കൊടുക്കണമെങ്കിൽ നല്ല വൃത്തിയോടെ നല്ല അടിപൊളിയായിട്ട് കൊടുക്കണം എന്ന് അമ്മയുടെ ഒരു ആഗ്രഹമാണ്. ഇങ്ങനെയാണ് അമ്മ എല്ലാത്തിനും പോയി അമ്മയ്ക്ക് കൈ ഇടണം. പിന്നെ അമ്മയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേ ചെറുതായിട്ട് സുഖമില്ലെന്ന് തോന്നി. പക്ഷെ അമ്മ നല്ല ജില്ല് പോലെ ഞങ്ങളുടെ കൂടെ ഒപ്പത്ത് നിന്ന് എന്തിനും ഞങ്ങളുടെ കൂടെ നിന്ന് കേട്ടോ. അപ്പൊ അമ്മ നല്ല ഫുഡായിരുന്നു. അതെ, പിന്നെ
നല്ലത് കൊടുക്കണം, നല്ല നിങ്ങൾ വരുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നോ ഇഞ്ചിപ്പുളി. ഞാന് ഇത് മീൻ വറുത്തത് അടിപൊളിയായിരുന്നു, പക്ഷെ അത് ഇഷ്ടപ്പെട്ട് വന്നപ്പോ എനിക്ക് ഇഞ്ചിപ്പുളി അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അമ്മ 50 രൂപയ്ക്കാണ് ഈ ഫുഡ് കൊടുക്കുന്നത്. അമ്മ ഇനി ഫുള്ള് അമ്മയുടെ എത്ര കാലം ജീവിച്ചാലും അമ്മ 50 രൂപ കൊടുക്കുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ, ഈ ഒരു ഫുഡിന് അമ്മ 50 രൂപയ്ക്ക് കൊടുക്കുന്നുള്ളൂ എന്ന് അമ്മ പറയണം. നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്ത് ഇത്രയും നല്ല ഫുഡ് ഇങ്ങനെ ഈ റേറ്റ് കൊടുത്താൽ മതിയോ എന്ന് നിങ്ങൾ എന്നോടൊന്ന് പറയണം കേട്ടോ. അമ്മ എന്തായാലും ആ രൂപയ്ക്ക് കൊടുക്കുള്ളൂ എന്ന് അമ്മ പറയണം. എന്തായാലും ഇപ്പോഴത്തെ ഈ പച്ചക്കറി വില മറ്റേ വില എല്ലാത്തിനും നല്ല വില കൂടി നിൽക്കുന്ന സമയമാണല്ലോ. പിന്നെ ഓർഡർ വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതി, അമ്മ ഓർഡർ നിങ്ങൾക്ക് കൊണ്ടുതരും, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് വാങ്ങിക്കാം. അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട് അല്ലേ? എല്ലാ സൗകര്യവും. ഏറ്റവും നല്ലത് അമ്മയുടെ സ്നേഹമാണ് കേട്ടോ. ഇവിടെ വന്നാല് നമ്മൾ വിളമ്പി അമ്മ തരില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ വിളമ്പി നമ്മുടെ വയറ് നിറച്ചിട്ട് പോവാല്ലേ. അതാണ് ജീവിതം. അതാണ് അമ്മ. ഇനിയും ഒരുപാട് നാള് ഇവിടെ ഇരിക്കട്ടെ, ഞങ്ങൾക്ക് ഇനിയും ഇതിവിടെ വന്നിട്ട് ഊണ് കഴിക്കാൻ പറ്റട്ടെ കേട്ടോ. അപ്പൊ ഞങ്ങൾ ശരി, ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരുടെ ഗുഡ് ബൈ.